അപ്പോൾ ഇന്നലെ നമ്മൾ ത്രീ ഫേസിൻ്റെ കാര്യവും സിംഗിൾ ഫേസിൻ്റെ കാര്യവും മീറ്ററിങ്ങിൻ്റെ എങ്ങനെയെന്ന് പറഞ്ഞു. ഇനി ഈ കാര്യങ്ങളൊക്കെ ഒരു മെയിൻ സ്വിച്ച് ബോർഡിനുള്ളിൽ അസംബിൾ ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. സിംഗിൾ ഫേസിൻ്റെ മീറ്റർ എങ്ങനെ അസംബിൾ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് പുറകുവശത്ത് പോയാൽ കണ്ടിട്ടുണ്ടാവും. ത്രീ ഫേസിൻ്റെ അപൂർവമായി കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ത്രീ ഫേസിൻ്റെ ബോക്സിനുള്ളിലാണ് ഞാനിത് അസംബിൾ ചെയ്ത് കാണിക്കുന്നത്. ഇതാണ് ഒരു ത്രീ ഫേസിൻ്റെ മെറ്റൽ പാർട്ടായി വരുന്ന മെയിൻ സ്വിച്ച് ബോർഡ്. ഇതിൻ്റെ ഉള്ളിൽ ഉള്ള നിലവിലുള്ള 3 ഫ്യൂസ് നിലവിൽ ഇത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ബ്ലൂ ഫേസിൻ്റെ ഇൻഡിക്കേഷനും വൈ ഫേസിൻ്റെ ഇൻഡിക്കേഷനും റെഡ് ഫേസിൻ്റെ ഇൻഡിക്കേഷനുമാണ്. പുറത്താണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻ കാണുക. ഇത് കണക്ഷൻ്റെ ഭാഗമാണ്. ഈ ഗ്ലാസ് എന്ന് പറയുന്നത് ഇതിനുള്ളിൽ മീറ്റർ സെറ്റ് ചെയ്യുമ്പോൾ ഇത് മൂടി വെക്കുമ്പോൾ പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് ഭിത്തിക്കുള്ളിൽ കൺസീൽഡ് ആക്കി വെക്കുകയോ സ്ക്രൂ ചെയ്ത് വെക്കുകയോ ചെയ്യാം. കൺസീൽഡ് ആക്കി വെക്കുന്നതാണ് ഒരു തരത്തിൽ കാണാൻ വൃത്തി. ഇതേ കണക്ഷൻസും സംവിധാനവുമുള്ള ബോക്സിന്റെ രൂപം പല രൂപത്തിലുണ്ട്. എന്നാലും കണക്ഷൻസും സെറ്റിങ്ങും അസംബ്ലിങ്ങും എല്ലാം ഒരുപോലെ തന്നെയാണ്. ആദ്യം നമുക്ക് ഒരു ത്രീ ഫേസ് മീറ്ററിനെ ഇതിനുള്ളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ത്രീ ഫേസ് മീറ്ററിനെ ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് 4 അങ്ങനെ 8 കണക്ഷൻസ് ഉണ്ടാവും. 4 കണക്ഷൻസ് പോസ്റ്റിൽ നിന്ന് വരുന്നതും 4 കണക്ഷൻസ് ഫ്യൂസിലേക്ക് പോകുന്നതുമാണ്. ഫ്യൂസിൻ്റെ അടിഭാഗത്തേക്കാണ് വരുന്നത്. ന്യൂട്രൽ മെയിൻ സ്വിച്ചിലേക്ക് പോകും. ആ മെയിൻ സ്വിച്ചിൻ്റെ ഔട്ട് ഭാഗം വീട്ടിലേക്ക് പോകുന്ന ഭാഗത്ത് നമുക്കൊരു ന്യൂട്രൽ ലിങ്ക് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി വെക്കാം. ഇനി ക്വിക്കൽ മെയിൻ സ്വിച്ച് ഓൺ ഓഫ് ഇതിലേക്ക് കൊണ്ടുവരാം. ഇതാണ് ക്വിക്കൽ മെയിൻ സ്വിച്ച്. ഇത് ഓൺ ചെയ്യുമ്പോൾ ഈ ഇൻപുട്ട് ഭാഗം ഔട്ട്പുട്ടിലേക്ക് കണക്റ്റഡ് ആവും. ഈ ഭാഗം ന്യൂട്രൽ, ഇവിടെ R, ഇവിടെ Y, ഇവിടെ B, അല്ലെങ്കിൽ ഇവിടെ RBY രൂപത്തിലാണ് വരുന്നതെങ്കിൽ ഇവിടുന്ന് ഔട്ട്പുട്ട് RYB രൂപത്തിൽ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതിനുള്ളിൽ കട്ടൗട്ട് ഫ്യൂസ് ഉണ്ടാവും. അതാണ് ഫ്യൂസിന്റെ ചിത്രമാണിത്. ഇനി ഇവിടെ ഐസൊലേറ്റ് ELCB or RCCB സെറ്റിംഗ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഐസൊലേറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസിന്റെ രൂപത്തിലൊരു റെഡ് ഓൺ ഓഫ് ബട്ടൺ കാണിച്ചു തന്നു. അത് വന്നാൽ ഒരു ഓൺ ഓഫ് ആണ്. പിന്നെ ഇവിടെ ELCB RCCB പറയുന്നുണ്ട്. ഇത് രണ്ടും സെയിം ആയ കാര്യമാണ്. അത് ലീക്കേജ് പ്രൊട്ടക്ഷൻ ആണ്. അത് നമ്മൾ വീടിന്റെ അകത്താണ് വെക്കാറ്. ഇവിടെ വെച്ചാൽ നമുക്ക് പിറകിൽ വന്ന് നോക്കേണ്ടി വരും. ട്രിപ്പൊക്കെ ആയാൽ പെട്ടെന്ന് കാണാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഐസൊലേറ്റർ ചൂസ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ഒരു ഐസൊലേറ്റർ കൊണ്ടുവന്ന് വെച്ച് കാണിച്ചു തരാം. അപ്പം മുൻപ് ഇതിന്റെ കണക്ഷൻ ചെയ്തതിൽ മീറ്ററിൽ നിന്ന് ഫ്യൂസിലേക്ക് വരികയും ഫ്യൂസിൽ നിന്ന് ഈ ക്വിക്കൽ ഇതിന്റെ ഇൻപുട്ടിലേക്ക് വരും. ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഐസൊലേറ്ററിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കാം. ഈ ഐസൊലേറ്ററിന്റെ ഔട്ട്പുട്ട് വീട്ടിലേക്കും കൊടുക്കാം. അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ കൊടുക്കാം. ത്രീ ഫേസിന്റെ ഔട്ട്പുട്ടും ന്യൂട്രലും ഐസൊലേറ്ററിലും ഇൻപുട്ടിലും, ഐസൊലേറ്ററിന്റെ ഔട്ട്പുട്ട് ക്വിക്കൽ മെയിൻ സ്വിച്ച് ഓൺ ഓഫിന്റെ ഇൻപുട്ടിലും അതിനുശേഷം ഔട്ട്പുട്ടിലും കൊടുക്കാം. ഇവിടെയുള്ള ഓരോ ഇൻഡിക്കേഷനും 2 കണക്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഒരു ഇൻഡിക്കേഷനിൽ ന്യൂട്രും ഒരു ഇൻഡിക്കേഷനിൽ B ഫേസും ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് B ഫേസ് എടുത്ത് ഇതിൽ കൊടുക്കുക. ന്യൂട്രൽ ഇപ്പുറത്തേക്ക്, അതേ ന്യൂട്രലിനെ ഇപ്പുറത്തേക്ക് ലൂപ്പ് ചെയ്യുക, ന്യൂട്രൽ പോയിന്റിൽ കൊടുക്കുക. ഇനി Y ഫേസ് എടുത്ത് ഇതിലേക്ക് കണക്ട് ചെയ്യുക. റെഡ് ഫേസ് ഇതിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഇൻഡിക്കേഷന്റെ കണക്ഷൻ അത്രയേ ഉള്ളൂ. ഞാൻ ഐസൊലേറ്റർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ സിംഗിൾ ഫേസിൽ കണ്ട 2 പോളുള്ളതല്ല, 4 പോളാണുള്ളത്.
അപ്പം ഫ്യൂസിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് 3 ഇതിലും മീറ്ററിൽ നിന്ന് വരുന്ന ന്യൂട്രൽ ഇതിലും ആ ഔട്ട്പുട്ട് ഇതിലും ഇതിൻ്റെ ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ട് ഇവിടെയും അങ്ങനെ അതിൻ്റെ ഔട്ട്പുട്ട് ഇത് ലൈന് വീട്ടിലേക്കും കൊടുക്കാം. അപ്പം ഇതിന് പകരം ഞാൻ ഇവിടെ വേറൊരു ബ്രേക്കർ ആഡ് ചെയ്യുകയാണ്. അത് ഐസൊലേറ്റർ ELCB RCCB സെറ്റിംഗ് ഒന്നും എഴുതിയ സ്ഥലത്ത് ഞാൻ പറയാൻ പോകുന്ന ബ്രേക്കർ ഇല്ല. ഏതാണ് ഞാൻ പറയാൻ പോകുന്നത്? ഈ ഐസൊലേറ്റർ ഞാൻ ഇവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ട് ഇവിടെ ഒരു പുതിയ ബ്രേക്കർ കൊണ്ടുവെക്കുകയാണ്. അത് എന്താന്ന് കാണിച്ചു തരാം. അപ്പം ഈ ബ്രേക്കറിൽ മനസ്സിലാക്കി വെക്കണം, 4 പോളിന്റെ ഔട്ട്പുട്ട് മുകളിൽ കിട്ടും ഓൺ ചെയ്യുമ്പോൾ. ഇനി വരാൻ പോകുന്നതിന്റെ പോൾസിന്റെ എണ്ണം മാറ്റം ഉണ്ടാകും. അതെ, ഈ യെല്ലോ കളറിലുള്ള ഈ ബ്രേക്കറാണ് ഞാനിപ്പോൾ ഇവിടെ വെക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇവിടെ എനിക്കൊരു KCB സപ്ലൈ ഉണ്ട്. അതായത് KCBന്റെ സപ്ലൈ നമുക്കൊരു ഇൻപുട്ട് ഐസൊലേറ്ററിൽ കൊടുത്ത പോലെ ഇവിടെ കൊടുത്തു എന്ന് പറഞ്ഞു. അതിന്റെ ഔട്ട്പുട്ട് ഇവിടെ കിട്ടി എന്ന് പറഞ്ഞു. ഇവിടെ ഒരു 4 ഇൻപുട്ട് കൂടിയും ബാക്കിയുണ്ട്. നമുക്കൊരു ജനറേറ്റർ വെക്കണം. അതായത് ഒരു ജനറേറ്റർ ഇവിടെ കൺട്രോൾ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഈ എക്സ്ട്രാ 4 പോളിന്റെ ജനറേറ്ററിന്റെ കണക്ഷൻ ഇവിടെ ഈ 4 പോളിൽ സിംഗിൾ ഫേസ് ആണെങ്കിൽ 2 പോൾ ഉപയോഗിച്ച് കൊടുക്കുകയും 3 ഫേസ് ആണെങ്കിൽ 4 പോൾ ഉപയോഗിച്ച് കൊടുക്കുകയും ചെയ്യാം. നമുക്കൊരു സിംഗിൾ ഫേസിന്റെ ജനറേറ്റർ ആണ് ഈ 3 ഫേസിന്റെ ഈ ഐസൊലേറ്ററിൽ കൊടുക്കുന്നത് എങ്കിൽ വെച്ചാൽ കണക്ഷൻസ് എങ്ങനെ വരും എന്നൊക്കെ നോക്കാം. അപ്പോൾ ഈ ബ്രേക്കറിന്റെ ഓൺ എന്ന് പറയുന്നത് 3 സ്റ്റെപ്പാണ്. ആദ്യം സെൻറ്ററിലേക്ക് ഓണാക്കും, പിന്നെ മുകളിലേക്ക് ഓണാക്കും. ഐസൊലേറ്ററിനെ പോലെയല്ല, ആദ്യം സെൻറ്ററിലേക്ക് ഓണാക്കും, പിന്നെ ഒന്നും കൂടി മുകളിലേക്ക് ഓണാക്കും. അപ്പൊ ആദ്യ ഓണിൽ അടിഭാഗത്തെ ഒരു ലൈനും രണ്ടാമത്തെ ഓണിൽ മറ്റൊരു ലൈനും ആയിരിക്കും ഇവിടെ ഔട്ട്പുട്ട് കിട്ടുക. 2 ലൈനും ഒരുമിച്ച് ഇവിടെ ഔട്ട്പുട്ട് കിട്ടില്ല. അതാണ് ഈ ബ്രേക്കേഴ്സിന്റെ പ്രത്യേകത. അപ്പം ഇതൊന്നൊരു ഓർഡറിൽ ഒരു കണക്ഷൻസ് ചെയ്തു നോക്കാം. ഈ ഒരു പിക്ചറിന്റെ ഉള്ളിലാണ് ചെയ്യുന്നത്. കാണാൻ പ്രയാസമുണ്ടെങ്കിൽ ശരിക്ക് നോക്കുക. അപ്പോൾ ഇവിടെ ഒരു ജനറേറ്റർ കൊണ്ടുവച്ചിട്ടുണ്ട്. ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് നമുക്ക് 230 വോൾട്ടേജും 50 ഹെർട്സും ആണ് കിട്ടുക. ജനറേറ്റർ സെൽഫ് സ്റ്റാർട്ടിങ് ആണെങ്കിൽ സ്വിച്ച് ഉണ്ടാകും. സ്വിച്ച് ചെയ്ത് ഓൺ ആക്കാം, അല്ലെങ്കിൽ അവിടെ വലിച്ച് സ്റ്റാർട്ട് ആക്കേണ്ടി വരും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഒരു 2 പ്ലഗ് കാണാം. ആ പ്ലഗിൽ നിന്ന് നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അത് ജനറേറ്റർ മാത്രം തരുന്ന ഒരു 230 സപ്ലൈ ഔട്ട്പുട്ടാണ്. മറ്റത് KCBന്ന് കിട്ടുന്ന ഒരു 230 വോൾട്ട് സപ്ലൈ ആണ്. ഇത് രണ്ടും കൂടി ചേരാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതിനെ യൂസ് ചെയ്യാം എന്നുള്ള ഒരു കണക്ഷൻ കൊടുത്തു നോക്കാം. അപ്പോൾ ഇവിടെ ജനറേറ്റിങ്ങിന്റെ ഭാഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കണക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ കണ്ടാൽ അറിയാം നമുക്ക് ഇവിടെ ഉള്ള കണക്ഷൻസ് ഒക്കെ എങ്ങനെ വന്നത് എന്ന്. ഒന്നുകൂടെ പറയാം. ആറിന്റെ ഇന്ന് ആറിന്റെ ഔട്ട്, ബ്ലൂവിന്റെ ഇന്ന് ബ്ലൂവിന്റെ ഔട്ട്, യെല്ലോന്റെ ഇന്ന് യെല്ലോന്റെ ഔട്ട്, ബ്ലാക്കിന്റെ ഇന്ന് ബ്ലാക്കിന്റെ ഔട്ട്. അപ്പം ആദ്യത്തെ 1 2 1 2 1 2 എന്ന് എണ്ണിയാൽ എല്ലാ ഒന്നും KCBയുടെ ലൈനാണ്. എല്ലാ 2ഉം നമുക്ക് ഇങ്ങോട്ടുള്ള ഫ്യൂസിലേക്കുള്ള ലൈനാണ്. എല്ലാ 2 ലൈനും ഫ്യൂസിലേക്കുള്ള ലൈനാണ്. ന്യൂട്രലിലെ 2 മാത്രം ഡയറക്റ്റ് ബ്രേക്കറിലേക്കാണ്. അതിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൽ ബ്രേക്കർ ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. ഇതേപോലെ താഴ്ന്ന് കിടക്കുകയാണ് എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് സപ്ലൈ ഒന്നും ലഭിക്കുന്നില്ല. ഒരു ഔട്ട്പുട്ട് സപ്ലൈ ലഭിക്കില്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ സെൻട്രൽ പോർഷനിലേക്ക് ഓണാക്കി. ഓണാക്കുമ്പോൾ നമുക്ക് ഈ ഫ്യൂസിലിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന മീറ്ററിൽ നിന്ന് വരുന്ന കറന്റ് ആയിരിക്കും ഈ ഔട്ട്പുട്ടിലേക്ക് പോവുക. ജനറേറ്റിങ്ങിന്റെ പോലെ ഒന്നും കൂടി മേലോട്ട് ഓണാക്കുന്ന സമയത്ത് ഫ്യൂസിന്റെ സെക്ഷൻ ഓഫ് ആവുകയും
അടിയിലെ സെക്ഷൻ മെയിൻ സ്വിച്ചിലോട്ട് പോവുകയും ചെയ്യും. അപ്പം ഇവിടെ നമുക്കറിയാം RYB ന്യൂട്രൽ വരാനുള്ള ഒരു ജനറേറ്റിങ്ങിന്റെ കണക്ഷൻസ് വരെ ഉണ്ട്. നമുക്കിവിടെ ഒരു സിംഗിൾ ഫേസിന്റെ ജനറേറ്റിങ്ങിന്റെ കണക്ഷൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, 230 വോൾട്ട്. അപ്പം ഇത് ജനറേറ്റിങ്ങിലേക്ക് ഓൺ ചെയ്യുമ്പോൾ അറിയാം. അപ്പം ജനറേറ്റിങ്ങിന്റെ പൊസിഷനിലാണ് സ്വിച്ച് ഏറ്റവും ടോപ്പിലാണ്. ഈ R ഫേസിലേക്ക് ജനറേറ്റർ കണക്ഷൻ പോവുകയും ന്യൂട്രൽ പോവുകയും ബ്ലൂവും റെഡും ഇല്ലാതിരിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ബ്ലാക്കും വൈയും മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടുന്ന് വൈ വീട്ടിലേക്ക് പോകും, ഇവിടുന്ന് ന്യൂട്രൽ വീട്ടിലേക്ക് പോകും. അങ്ങനെ വീട്ടിലെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ചേഞ്ച് ഓവർ ഉണ്ടാവും. ആ ചേഞ്ച് ഓവറിൽ നിന്ന് നമുക്ക് ജനറേറ്റിങ്ങിന്റെ ഫേസ് 4 പോളിലേക്കും മാറ്റാൻ കഴിയും. എല്ലാ സെക്ഷൻ പാർട്ടിലേക്കും റോട്ടറി സ്വിച്ച് ഇതിപ്പം 3 മൂന്നാമത്തെ ഫേസിലാണ് ജനറേറ്റിംഗ് എന്ന് വെച്ചാൽ വീടിന്റെ ഉള്ളിലെ റോട്ടറി സ്വിച്ച് എല്ലാം 3ലേക്ക് ഇട്ടാൽ 3ലെ ഫേസ് മൊത്തം എല്ലാ ഭാഗത്തേക്കും സപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ 2 തരം എർത്തിങ് ഉണ്ട്. ഒന്ന് മെറ്റൽ പാർട്ട് എർത്തിങ്, ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് പോകുന്ന എർത്തിങ്. പിന്നെ ഗ്രൗണ്ടിങ് ഉണ്ടെന്ന് ഞാൻ ട്രാൻസ്ഫോമറിലാണ് ഗ്രൗണ്ടിങ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇവിടെ ഈ ന്യൂട്രൽ എടുത്ത് ഗ്രൗണ്ടിങ് ചെയ്യേണ്ടി വരും. അതായത് ജനറേറ്റിംഗ് പാർട്ടിലും ഗ്രൗണ്ടിങ് ഉണ്ടാകും. നമ്മൾ പൊതുവെ ഇതിനെ വാടകയ്ക്ക് എടുത്ത് ഒരാവശ്യത്തിന് മാത്രം തിരിച്ചു കൊടുത്ത് ചെയ്യുമ്പോൾ ന്യൂട്രൽ ഗ്രൗണ്ടിങ് ചെയ്യാറില്ല. അതായത് ഒരു KVA റേറ്റിംഗിൽ പറയുന്ന മറ്റൊരു സാധനമാണ് ജനറേറ്റർ. ട്രാൻസ്ഫോമറും KVAയിലാണ് പറയുന്നത്. അപ്പം ഇതിന്റെ ന്യൂട്രൽ നമുക്ക് എർത്തിങ് ചെയ്യേണ്ടി വരും. ന്യൂട്രൽ എർത്തിങ് ചെയ്യുന്നതിന് ഗ്രൗണ്ടിങ് എന്നാണ് പറയുക. അപ്പം ഈ ജനറേറ്റർ അല്ല, കുറച്ചുകൂടി 3 ഫേസ് ജനറേറ്റർ ഒക്കെ വരുമ്പോൾ ഗ്രൗണ്ടിങ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്ന ഓരോ എക്യുപ്മെന്റിന്റെയും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇവിടെ ഗ്രൗണ്ടിങ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഫാൾട്ട് റിട്ടേൺസ് ഒക്കെ വന്നിട്ടില്ലെങ്കിൽ എക്യുപ്മെന്റ് കേടാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ എർത്ത് ചെയ്തു പോകണം. ഇനി ഈ 4 പേരുടെയും പോക്ക് എങ്ങോട്ടാണ് എന്നല്ലേ. ബാക്കിയുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. വീടിനുള്ളിലേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ വീടിന്റെ ഉള്ളിൽ ചെന്ന് അതിനെ എടുക്കണമെങ്കിൽ വീണ്ടും ഒരു മെയിൻ സ്വിച്ച് ആവശ്യമുണ്ട്. അതിന് ഈ ഐസൊലേറ്റർ 4 പോൾ ഉപയോഗിക്കുന്നത്. സിംഗിൾ ഫേസ് ആണെങ്കിൽ 2 പോൾ ആയിരിക്കും. ഇത് 4 പോൾ ഉണ്ട്. 3 ഫേസിന്റെ 4 പേരെയും നമ്മൾ വീടിന്റെ അകത്ത് ചെന്ന് ഇതിന്റെ ഇൻപുട്ടിലേക്കാണ് എടുക്കാൻ പോകുന്നത്. അതിനുശേഷം അതിന്റെ ഔട്ട്പുട്ട് പുതിയ ഒരു സൂത്രധാരമുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ELCV RCCP എന്ന്. ഇവനെയാണ് നമ്മൾ ആദ്യം ഇവിടെ കൊടുക്കാമെന്ന് പറഞ്ഞത്. പിന്നെ ജനറേറ്റിംഗ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം, ഇവനെയും കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവനെ ട്രിപ്പ് ആകുന്ന ഒരു കൺട്രോളിംഗ് ഡിവൈസ് ആണ്. ഇവനെ ഇവിടെ കൊടുത്താൽ നമ്മൾ വീടിനുള്ളിൽ അകത്ത് നിന്ന് കാണാൻ പറ്റില്ല. ഈ 4 പേരും ഇവന്റെ ഇന്നിലേക്കാണ് വരുന്നത്. അത് വന്ന ശേഷം മാത്രമേ നമുക്കൊരു മെയിൻ എടുക്കാൻ കഴിയുള്ളൂ. ഇവന്റെ എല്ലാ ഫാൾട്ടും വന്നാൽ ഇവനിലേക്കാണ് നമ്മൾ കൺട്രോളിങ് കൊടുക്കുക. ഇവന് കുറച്ച് എന്തെങ്കിലും കേടായി വന്നാൽ പിന്നെ കണക്ഷൻ ഇങ്ങോട്ടേക്ക് മാറ്റേണ്ടി വരും. അപ്പൊ നമുക്കൊരു ബ്രേക്കർ ആവശ്യമുണ്ട്, ഒരു മെയിൻ ആവശ്യമുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഈ ഐസൊലേറ്ററിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കും. ഐസൊലേറ്ററിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഇവന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കും. അത്രയും അറിഞ്ഞിരുന്നാൽ മതി. ബാക്കി പറയുന്നതിന് മുമ്പ് കുറച്ച് ഇതുപോലത്തെ ഇവിടെ വരെ ഇവന്റെ വർക്ക് ചെയ്യുന്ന കുറച്ച് മെയിൻ സ്വിച്ചിന് പരിചയപ്പെടാം. ഇവനൊരു കൺട്രോൾ ഡിവൈസ് ആണ്. അപ്പം ഇതൊരു മെയിൻ സ്വിച്ചിന്റെ പ്രവർത്തനമാണ്, ഇതൊരു മെയിൻ സ്വിച്ചിന്റെ പ്രവർത്തനമാണ്, ഇതിലും ഒരു മെയിൻ സ്വിച്ചിങ് പ്രവർത്തനമാണ്. അപ്പം മെയിൻ സ്വിച്ച് ആയിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് ഉപകരണങ്ങൾ മാത്രം പരിചയപ്പെടാം.
ഇതാണ് പണ്ടുള്ള ഒരു സാധനം, അയൺക്ലാഡിന്റെ സ്വിച്ചിങ് വരാറുണ്ട്. ഇത് മെയിൻ സ്വിച്ചിന്റെ പ്രവർത്തനമാണ്. ഇതിന്റെ അടിയിൽ ഇൻപുട്ട് വരുന്നു, പുറമേക്ക് ഔട്ട്പുട്ട് എടുക്കുന്നു. ഏതൊരു കാര്യവും ഫസ്റ്റ് മീറ്ററിങ്ങിന് ശേഷമായിരിക്കും ഫ്യൂസിന് ശേഷമായിരിക്കും മെയിൻ സ്വിച്ച്. പിന്നെ ഇതാണ് മറ്റൊരു മെയിൻ സ്വിച്ച്. ഇത് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ള ഒരു മെയിൻ സ്വിച്ച് ആണ്. ഈ മെയിൻ സ്വിച്ചിന്റെ യു ടൈപ്പിലുള്ള 2 ലിവറാണ് ഉള്ളത്. ഇത് കണ്ടക്റ്റിംഗ് ലിവറാണ് യു ടൈപ്പിലുള്ളത്. ഇവിടെയുള്ള പോയിന്റിലേക്ക് കണ്ടക്ട് ചെയ്ത് കൊടുക്കാനാണ് ഈ ലിവർ ചെയ്യുന്നത്. അപ്പം ഇത് ഓൺ ചെയ്യുമ്പോൾ 2 ലിവറും ഈ രണ്ടാമത്തെ അടുത്തുള്ള പോയിന്റിലേക്ക് കണക്റ്റഡ് ആവും. കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫ്യൂസിൽ നിന്ന് വരുന്ന ലൈനും കറണ്ട് ലൈന് പിന്നെ വീട്ടിലേക്ക് പോകുന്ന ഈ മുകളിലത്തെ ലൈനിനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിവറിങ്ങിന്റെ സഹായത്തോടു കൂടി ഇത് ഉയർത്തുമ്പോൾ ഔട്ട്പുട്ട് മുകൾക്ക് കിട്ടുന്നു. ഈ കാപ്പി നിറത്തിൽ കാണുന്നത് ഇൻസുലേറ്റിംഗ് ആണ്. എന്തെങ്കിലും കാരണത്താൽ ഈ ഇൻസുലേറ്റിംഗ് ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ലൂസ് കണക്റ്റഡോ അങ്ങനെ എന്തെങ്കിലും വന്ന് ഈ ലിവറിലേക്ക് കറണ്ട് പ്രവഹിച്ചു തുടങ്ങിയാൽ ഈ മെയിൻ സ്വിച്ച് ബോർഡ് മൊത്തം ലീക്കേജ് വരും, എർത്തിങ്ങിൽ ഷോക്ക് അടിക്കും, അങ്ങനെ പല ഫാൾട്ടും വരും. അപ്പോൾ മെയിൻ സ്വിച്ച് മാറ്റേണ്ടതായിട്ട് വരും. കാലക്രമേണ ഇത് ഇവിടെയൊക്കെ ഷോർട്ട് സർക്യൂട്ട് വരാറുണ്ട്. നമ്മൾ ബോഡി എർത്ത് ചെയ്ത് വെക്കാറുണ്ട്. അതുകൊണ്ട് കുറച്ചൊക്കെ ഷോക്ക് കുറയും. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഇപ്പം ബ്രേക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ട്, അത് യൂസ് ചെയ്യാം. ഒരു സ്വിച്ച് ടൈപ്പ് മെയിൻ സ്വിച്ചിനെ പരിചയപ്പെടാം. ഇത് നമ്മൾ എസിക്കോ മോട്ടറിങ്ങിനോ ഒക്കെ കൊടുക്കുന്ന സ്വിച്ചാണ്. ഇതും ഒരു DP സ്വിച്ചാണ്. മെയിൻ സ്വിച്ചിന്റെ അതേ പ്രവർത്തനം, ഓൺ ഓഫ്. അടിയിലുള്ള ഇൻപുട്ടിനെ മുകളിലുള്ള ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നു. അതായത് ഫേസിനും ന്യൂട്രലിനും കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചാണ്. മൊത്തം 4 പോൾ ഉണ്ടാവും. 2 പോൾ ഇൻപുട്ടും 2 പോൾ ഔട്ട്പുട്ടും ആയിരിക്കും. ഇത് പണ്ട് ഷോപ്പുകളിലൊക്കെ ചെയ്യുന്നതായിട്ട്, അതായത് മീറ്ററിങ്ങും ഫ്യൂസും മെയിൻ സ്വിച്ച് ഇല്ലാത്ത നേരെ ഈ ഒരു സ്വിച്ച് ബോർഡിലേക്ക് ഈ ഒരു ഇൻപുട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മെയിൻ സ്വിച്ചിങ്ങിനായിട്ടുള്ള ഒരു പ്രവർത്തിക്കുന്ന ഒരു സാധനമായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് ഐസൊലേറ്റർ. പറഞ്ഞു കഴിഞ്ഞു. ഇതിന് ആദ്യം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. ഇതാണ് അതിന്റെ ഒരു ഡയഗ്രാം. ഐസൊലേറ്റിങ്ങിന്റെ ബ്രേക്കറിന്റെ കാര്യത്തിൽ ഇതിനെ തിരിച്ചറിയാൻ ഇവിടെ ഒരു ഡയഗ്രാം ആണ്. അതായത് ഐസൊലേറ്റിംഗ് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഡയഗ്രാം. MCB ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്നുള്ളതിന്റെ കർവ് ഇവിടെ ഇല്ല. ഒരു കർവുകളൊക്കെ ഉണ്ടാവും MCBക്ക്. അതുകൊണ്ട് തന്നെ ഐസൊലേറ്റിങ്ങിന് ഒരു ഓൺ ഓഫ് മാത്രം ആണ് എന്നുള്ളതിന്റെ ഒരു ഡയഗ്രാം ആണിത്. അത് നോക്കിയാലും കണക്ഷൻസ് മുകളിലോ അടിയിലോ ഒക്കെ കൊടുക്കണമൊക്കെ മനസ്സിലാവും. 1 എന്നുള്ളിടത്ത് ഫേസ്, 2 എന്നുള്ളിടത്ത് ഫേസിന്റെ ഔട്ട്, 3 എന്നുള്ളിടത്ത് ന്യൂട്രൽ, 4 എന്നുള്ളിടത്ത് ന്യൂട്രലിന്റെ ഔട്ട്, അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. അല്ലെ, 4 പോളുള്ള മെയിൻ സ്വിച്ച് എങ്ങനെ 3 പോളായി, 2 പോളായി? അതായത് 3 ഫേസിന്റെ ഉപയോഗം മാത്രം ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് ഈ 3 പോളിന്റെ ഐസൊലേറ്റർ ഉപകരിക്കും. 4 പോൾ എന്നാൽ അത് ന്യൂട്രലും കൂടി ആഡ് ചെയ്യാനാണ്. ന്യൂട്രൽ ആവശ്യമില്ലാത്ത 3 ഫേസ് മാത്രം വർക്ക് ചെയ്യുന്ന മോട്ടറുകളുണ്ട്. അതിനൊരു ഓൺ ഓഫ് മെയിൻ എത്തിച്ചേരുന്നിടത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണിത്. ഒരു 4 പോൾ ഐസൊലേറ്ററിന്റെ വർക്ക് ചെയ്യുന്ന കണക്ഷൻസിന്റെ ഡയഗ്രാം ആണിത്. ഇത് ന്യൂട്രൽ ഇൻപുട്ട് വരുന്ന സമയത്ത് ന്യൂട്രൽ ഔട്ട്പുട്ട് ഇവിടെ കിട്ടുന്നു. 1 ഇൻപുട്ട്. അതായത് ഈ ഡയഗ്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്ക്രൂ പോയിന്റിലാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ഇവിടെ സ്റ്റാർട്ടിങ് തുടങ്ങിയാൽ നമുക്ക് ഇത്രയും ഭാഗത്ത് ഇവിടെ ഒക്കെ വരെ സപ്ലൈ ആദ്യം വന്ന് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണോ ഇങ്ങനെ കൊടുത്തതെന്ന് അറിയില്ല. എന്നാലും നമ്പർ ഉള്ളതുകൊണ്ട് നമുക്ക് 1ന്റെ ഔട്ട് 2, 3ന്റെ ഔട്ട് 4, 5ന്റെ ഔട്ട് 6 എന്ന് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അതായത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള വലിയ ഹൈ ആംബിയർ, നമ്മളിപ്പോൾ 32 ആംബിയറിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. 1000, 100, 500 ഒക്കെ ആംബിയർ കയറി ചെയ്യുന്ന ഇതുപോലുള്ള ബ്രേക്കിംഗ് യൂണിറ്റ്സിന്റെ അടുത്ത് എത്തിച്ചേരാൻ കഴിയുമെന്ന് നോക്കാം. ഇതോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതിന്റെ
ACB ആണ്, എയർ സർക്യൂട്ട് ബ്രേക്കർ. എയറിലാണ് ഇത് സർക്യൂട്ട് ബ്രേക്ക് ആവുന്നത്. അപ്പം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. എന്നാൽ ശരി.